and welcome back to my channel. My name is Pranavya and I'm a final pro BMS student. ഓക്കെ, അപ്പോൾ നമ്മൾ BMSൽ അഡ്മിഷനൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് BMS ഇൻ എ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. സോ അപ്പം നീറ്റ് 2025 റിസൾട്ടൊക്കെ വന്നു. പക്ഷെ എന്താ, എല്ലാവർക്കും വിചാരിച്ച പോലെ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണ്. പലരും ഇപ്പോൾ 5th അറ്റംപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 6th അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ, അതോ എനിക്ക് ടൈം ഒരുപാട് പോവുകയാണ്, ഈ സമയം കൊണ്ട് ഞാനൊരു ഡിഗ്രിക്ക് പോയിരുന്നെങ്കിൽ ആ ഡിഗ്രിയെങ്കിലും ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ചിലപ്പോൾ ജോലിയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ ഇത്രയും ഒരു 5-6 വർഷമായിട്ട് നീറ്റ് എന്ന ഡ്രീമിന് വേണ്ടി മാത്രം നിന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 5-6 തവണ റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തവരെന്ത് ചെയ്യും? അവർ അടുത്ത ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കും. ഇൻഫാക്റ്റ് അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത്, ഇനി നമ്മൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ BMS ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് പ്രോസും കോൺസും ഒക്കെ അറിയണം. പക്ഷെ ഞാനൊരു BMS സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ BMSൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നീറ്റ് 2025 ഒരു റിസൾട്ട് അനുസരിച്ച് ഏകദേശം മിക്കവാറും കൂടുതൽ പേർക്ക് ഒരു 200 to 300 റേഞ്ചിലായിരിക്കും മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 500 സംതിങ് പ്രതീക്ഷിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ്റെ കുറച്ച് ടഫ്നെസ് കാരണം കുറഞ്ഞു പോയതാവാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ കടന്നു പോകുന്ന ഒരു മൈൻഡ് സെറ്റ്, അത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞാനും അതിലൂടെ ഒരുപാട് തവണ എത്രയോ തവണ നീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് MBBS തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാർക്കിന് നമുക്ക് MBBS ഗവൺമെൻറ് കോളേജിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലോ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. അപ്പോൾ അങ്ങനൊരു സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ആയുർവേദമായിരിക്കാം, അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയിരിക്കാം, അല്ലെങ്കിൽ സിദ്ധ, യുനാനി, അല്ലെങ്കിൽ വെറ്റിനറി, അങ്ങനെയുള്ള കോഴ്സുകളിലേക്കായിരിക്കും പോകുന്നത്. ഇനി ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഇൻ കേസ് ഈ ഒരു ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, ഇവിടെയും ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. ബിഫോർ യു ജോയിനിങ് എ കോളേജ്, അല്ലെങ്കിൽ നമ്മൾ ചോയ്സ് ഫില്ലിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഓക്കെ, ഒരു മെഡിക്കൽ പ്രൊഫഷനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മളൊരു 6 വർഷം ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആഫ്റ്റർ 6 ഇയേഴ്സ് നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്? നമുക്ക് എന്തെങ്കിലും ഇതിനെന്തൊക്കെയാണ് സ്കോപ്പ്, അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ എക്സ്പോഷർ കിട്ടുന്നുണ്ടോ, നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ, റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടോ, നമ്മൾ നമ്മളെ ഒരുപാട് ചിലവാക്കിയായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, സോഷ്യൽ സർവീസ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടതുപോലെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളും പിന്നെ 12ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. BMSൻ്റെ കാര്യമാണിത്. അപ്പോൾ നമ്മളൊരു കോളേജിൽ ഇയർലി ഫീസ് നോക്കുമ്പോഴത്തേക്കും ഒരു 4 to 5 lakhs വരെ കേരളത്തിൽ വാങ്ങിക്കുന്നുണ്ട്. അതിൽ കുറവുള്ള കോളേജ് കാണാം, കൂടുതലുള്ള കോളേജ് കാണാം. ഓക്കെ, അത് ഓരോ കോളേജിനനുസരിച്ചാണ്. അതിന് കൃത്യമായിട്ടുള്ളത് എനിക്കറിയില്ല, ഞാനൊരു ഊഹത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ കോളേജിലെ ഫീസ്. പക്ഷെ ഔട്ട് ഓഫ് കേരള എന്ന് പറയുമ്പോഴത്തേക്കും 6 to 11 lakhs വരെ വാങ്ങിക്കുന്നവരുണ്ട്. ഓക്കെ,
ഇനി ഇത് ഹോസ്റ്റൽ ഫീസ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് ട്യൂഷൻ ഫീ മാത്രമാണ്. പിന്നെ ഹോസ്റ്റൽ ഫീസ്, ബുക്സ്, അങ്ങനെ അത് LMS ഫീസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് നമ്മളൊരു 20 ലാഖോളം നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വർത്ത് ഇറ്റ് ആണോ അല്ലയോ, അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്. കാരണം ചിലർക്ക് നമ്മൾ MBBS കിട്ടിയില്ല അതുകൊണ്ട് BMSന് വന്നു, അങ്ങനെ വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് വർത്താവണമെന്നില്ല. പക്ഷേ ഇൻറ്റൻഷനലി BMS പഠിക്കണം എന്ന് കരുതി ഇതിലേക്ക് വരുന്ന ചിലരുണ്ട്, അവർക്ക് ഇത് വർത്തിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു കോഴ്സിന് എന്തായാലും വന്നുപെട്ടു, പഠിച്ചതിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും വരാതിരിക്കാം, ഡിപ്പെൻസ് ഓൺ യു. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് വരുന്ന ഒരാൾക്ക് ഇതൊരു വർത്തില്ല എന്നൊന്നും തോന്നില്ല. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കോളേജിനോട് ചേർന്നായിരിക്കും ഹോസ്പിറ്റലും ഉള്ളത്. അപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് ആകുമ്പോഴത്തേക്കും അവിടത്തേക്ക് എക്സ്പോഷർ, അതായത് പേഷ്യൻസിൻ്റെ ലോഡ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഉള്ളതുപോലെ കേസസ് ഒന്നും നമുക്ക് കാണാൻ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ ഒരുപാട് പേഷ്യൻസ് വരുന്ന കോളേജുകളും ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്രൈവറ്റ് കോളേജിൽ ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്ന കോളേജസും കാണാം. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്പർ ഓഫ് കേസസ് എത്രത്തോളം നമ്മൾ കാണുന്നോ, നമ്പർ ഓഫ് കേസസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിസീസിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം അതിന് എക്സ്പോഷർ നമുക്ക് കിട്ടുന്നോ, അത് നമ്മളെ ഭാവിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം മുന്നോട്ട് ഒരു 5.5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലോ ഒരു ക്ലിനിക്കോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരാളെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ, ഇത് ഞാൻ അവിടെ കണ്ടതാണ്, ഒരിക്കൽ ഞാനിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ പ്രകൃതി അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏത് മെഡിസിൻ കൊടുക്കണം, ഏതൊക്കെ അളവിൽ കൊടുക്കണം എന്നൊക്കെ നമുക്കൊരു ഉൾബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും നോട്ട് ചെയ്യണം. പിന്നെ ഉള്ളത് ഇന്റേൺഷിപ്പിൻ്റെ കാര്യമാണ്. ഇന്റേൺഷിപ്പിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് ഒരുപാട് കേസുകൾ പഠിക്കുന്നു, പ്രൊസീജിയേഴ്സ് പഠിക്കുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. കാരണം പിന്നെയെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിൽ കൂടുതലും ഞാൻ പറയാമെന്ന് വെച്ചാൽ ലീവ് എടുക്കാതെ മാക്സിമം ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് ആ കോളേജിൽ നിന്ന് കൂടെ അത് ഒരു പറയുന്നതാണ്. പിന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് കോളേജിലാണെങ്കിലും നമ്മൾ മാക്സിമം സ്കിൽസ് അച്ചീവ് ചെയ്യുക. നമ്മൾ എത്രത്തോളം സ്കിൽഫുൾ ആണോ അത് നമ്മുടെ ഫ്യൂച്ചറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ക്ഷാരസൂത്രം ചെയ്യാൻ നന്നായിട്ട് അറിയാമെങ്കിൽ ആ ഒരൊറ്റ കാര്യം മതി. ഇനിയിപ്പോൾ നിങ്ങൾ PG എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസീസിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ആ ഒരു നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രം ട്രീറ്റ് ചെയ്താലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ്. കാരണം ഏതെങ്കിലും ഒരു ഡിസീസിൽ മാസ്റ്റർ ആവുകയാണെങ്കിൽ അത് തന്നെയല്ലേ വലിയ കാര്യം. അപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ പല അങ്ങനെയാണ് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ കഴിവ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേഷ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ പഠിച്ച കോളേജിനേക്കാൾ വലിയ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് സിലബസിനെ കുറിച്ചാണ്. അത് എന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് കോളേജിൽ അവർ ടീച്ചേഴ്സ് എല്ലാം ട്രെയിൻഡ് ആണ്. അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് കോളേജിലെ ടീച്ചേഴ്സും ട്രെയിൻഡ് ആണ്. കൃത്യമായിട്ടും അവർ എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ ഒരു ഗവൺമെൻറ് കോളേജിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നോട്ട്സൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കണം. പക്ഷേ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അവർ അക്കാഡമിക്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ആർട്സ് ആൻഡ് സ്പോർട്സും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ വിജയ ശതമാനം എപ്പോഴും ഗവൺമെൻറ്റിലേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അതായത് എപ്പോഴും അവർ ഈച്ച് ആൻഡ് എവരി പോർഷൻ, ഇപ്പം നമ്മുടെ സിലബസ് അനുസരിച്ചാണെങ്കിൽ മസ്റ്റ് നോ, ഡിസേർട്ട് നോ, നൈസ് ടു നോ എന്നിങ്ങനെ 3 സെക്ഷൻ ആയിട്ടുണ്ടെങ്കിലും നമ്മളെ എല്ലാം ഈച്ച് ആൻഡ് എവരി പോർഷൻസ് അവർ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നുണ്ട്. പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളെ അടിച്ച് പഠിപ്പിക്കും. അടിക്കത്തൊന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ
പറഞ്ഞതേ ഉള്ളൂ. അതായത് PA പീരിയോഡിക് അസസ്മെൻ്റ് ആണെങ്കിലും ടേം എക്സാംസ് ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും പിന്നെ ഒരുപാട് അസൈൻമെൻറ്റ്, സെമിനാർ, ക്ലാസ് എടുക്കൽ, പിന്നെ പ്രസൻറ്റേഷൻസ്, അങ്ങനെ ഒരുപാട് തന്ന് പിന്നെ ഓരോ സ്ഥലത്ത് വിസിറ്റിനെ കൊണ്ടുപോകുക. അതായത് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എലക്റ്റീവ്സിൽ നമ്മളെ പങ്കെടുപ്പിക്കുക. അതൊക്കെ ചെയ്ത് നമ്മൾ ഓൾറെഡി ട്രെയിൻഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചോളും. അപ്പോൾ സ്പൂൺ ഫീഡിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊന്ന് അത് പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ ഈ HS ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 ഇയർ ആണല്ലോ ഇന്റേൺഷിപ്പ്. ഒരു ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഒരു 23,000 ഓളം നമുക്ക് ഒരു സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് പ്രൈവറ്റ് കോളേജിൽ ചിലയിടത്ത് കിട്ടും, ചിലയിടത്ത് കിട്ടില്ല. അതെനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. ഡിപ്പെൻസ് ഓൺ ദ കോളേജ്. അത് നമുക്ക് വേണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിലാണ് പഠിക്കുന്നത്. ആദ്യമേ പറഞ്ഞു, ഒരു 6 വർഷം കൊണ്ട് നമ്മൾ ഓൾറെഡി മൊത്തത്തിൽ ചിലവാക്കുന്നത് ഒരു 20-25 lakhs ആണ്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും 15,000 to 20,000 rupees നമ്മുടെ ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഒരു സാലറി നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം. പിന്നെ നമ്മൾ ഇനിഷ്യലി അതൊക്കെ അത്രയൊക്കെ കാണുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചും പിന്നെ നിങ്ങൾക്കുള്ള നോളജ്, പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഡിഗ്രികളുണ്ടോ, PG, അങ്ങനെ കുറേ ഹയർ മാസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നിങ്ങളുടെ സാലറി, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് തീരുമാനിക്കുന്നത്. സോ ഇതൊരു ഹാർഷ് റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും തുക ചിലവാക്കുന്നു, പക്ഷെ അതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊരു റിയാലിറ്റിയാണ്. പിന്നെ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്തു, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് അവരുടെ അസുഖം മാറുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അതിന് ഇപ്പം കാശ് കൊണ്ട് എല്ലാം വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ, അതൊരു സംതൃപ്തിയാണ്. ആ ഒരൊറ്റ കാര്യം മതി നമ്മൾ ഇതെല്ലാം മറക്കാൻ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാണാഭിസാര വൈദ്യന്മാരാകാനാണ് നോക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം. സോ സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ടാറ്റാ, ബൈ ബൈ.